ശരണ്യ. അപ്പൊ രാവിലെ മുതലേ ഞാനൊരു ട്രിപ്പ് മോഡ് ത്രില്ലിലിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് എവിടെയെങ്കിലും എങ്ങോട്ടെങ്കിലും പോകണമെന്ന് പറഞ്ഞ് നോക്കിയില്ല. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ വെറുതെ സ്ക്രോൾ ചെയ്ത് നോക്കി. അപ്പോൾ ഞാനൊരു കോളേജിനെ പറ്റി ഒരു റിവ്യൂ കണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ചാരിറ്റബിൾ ട്രസ്റ്റുമായിട്ട് ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു കോളേജാണത്. അപ്പോൾ എനിക്ക് ആ കോളേജിനെ പറ്റി അത്രയും അറിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ടൊന്ന് അറിയണമെന്നൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ജസ്റ്റ് ആ കോളേജിലോട്ടൊന്ന് പോയാലോ? പായോ. നമ്മളിപ്പോൾ കാട്ടാക്കടയാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോഴാണ് വലത് സൈഡ് KSRTC കാട്ടാക്കട കോംപ്ലക്സ് ഉണ്ട്, ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ഇതാണ് കാട്ടാൽ മുടിപ്പുര ജംഗ്ഷൻ വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് പോകേണ്ടത് നെയ്യാർ ഡാം റോഡിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. നെയ്യാർ ഡാം നമ്മൾ റോഡിലോട്ട് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ തന്നെ ചൂണ്ടുപലക ജംഗ്ഷൻ വരുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ ഈ മാതാ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഏകദേശം സ്ഥലം എത്താറായിട്ടുണ്ട്, നമ്മുടെ കോളേജ് എത്താറായിട്ടുണ്ട്, മാതാ കോളേജ്. അപ്പം ഇതാണ് കാട്ടാക്കട ചൂണ്ടുപലക ജംഗ്ഷൻ. ഇവിടെയാണ് മാതാ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ആ കാണുന്ന മാതാ കോളേജ്. എന്നായോ? ഹായ്, കോളേജൊക്കെ എങ്ങനെയുണ്ട്? ഹാപ്പി അല്ലേ എല്ലാവരും? സെറ്റ് അല്ലേ? പൊളിയല്ലേ? അപ്പൊ ക്ലാസ്സിൽ കയറിയല്ലേ എല്ലാവരും? എന്നായോ? മാം, ഈ മാതാ കോളേജ് തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും മാം? 26 വർഷമാകുന്നു മാതാ കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഓക്കെ മാം. അപ്പോൾ ഈ 26 ഇയേഴ്സിൽ ആ ജേണി ഒന്ന് പറയാമോ മാം? 2000-ലാണ് മാതാ കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തുടക്കം കുറച്ച് വളരെയേറെ പ്രയാസപ്പെട്ടാണ് മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത്. പിന്നെ ബാക്ക് സപ്പോർട്ട്, ഒരുപാട് പേരുടെ ബാക്ക് സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. പുള്ളിയുടെ മരണത്തെ തുടർന്ന് ആരായാലും കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നൊരു സാഹചര്യമായിരിക്കുമല്ലോ. അങ്ങനെ വേണ്ടപ്പെട്ടവർ, കാട്ടാക്കടക്കാർ ഒരുപാട് പേരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആദ്യകാലഘട്ടത്ത് ഹോസ്പിറ്റലില്ലായിരുന്നു. ഈ ഇടക്കാലത്ത് 5 വർഷമായിട്ടാണ് നമ്മൾ ഹോസ്പിറ്റൽ, ഹെലൻസ് എന്ന് പറയുന്ന ഹോസ്പിറ്റലും കൂടെ കൊണ്ടുവന്നത്. 2 പേരും ഡോക്ടേഴ്സാണ്, മക്കൾ 2 പേരും. അപ്പം അവരും ഒരു സഹായി ആയിട്ടുണ്ട്. ഇപ്പോഴും മകൻ കൂടെ ഇപ്പം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു സപ്പോർട്ടും അവൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പം അവരുടെ ഐഡിയ അനുസരിച്ചാണ് ഇപ്പം കുറച്ച് കാര്യങ്ങൾ കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷം. ഇപ്പോൾ ഒരുപാട് ഒരു നല്ല രീതിയിൽ മാതാ കോളേജ് എത്തിച്ചേരാൻ സാധിച്ചു എന്നാണ് എനിക്കും തോന്നുന്നു. ഒരുപാട് പേരുടെ അഭിപ്രായവും അങ്ങനെ തന്നെയാണ്. ഇനിയും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുള്ളത്. അതൊക്കെ ഇങ്ങനെ ചെയ്യാനുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാം, ഇപ്പോൾ മാതാ കോളേജ് ഒരുപാട് ഫേമസ് ആയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാരിറ്റബിൾ ബേസ് ഒരു കോളേജായിട്ടാണ്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ ഇവിടുത്തെ സ്റ്റുഡൻസും പാരൻസും ഒരുപോലെ സപ്പോർട്ട് ആവണോ മാഡം? അതെ, നല്ല ഒരു ചോദ്യമാണ് ചോദിച്ചേക്കുന്നത്. കാരണം ഇവിടെ ചാരിറ്റി എന്ന ഉദ്ദേശം മാത്രമല്ല, മാതാ കോളേജിൻ്റെ പ്രത്യേകതകളാണ് ഞാൻ ആദ്യം ഒന്ന് പറയട്ടെ. അപ്പോൾ മാതാ കോളേജിൻ്റെ പ്രത്യേകതകൾ ആദ്യമായിട്ട് പറയുവാണെങ്കിൽ, ഇപ്പം നമ്മൾ നല്ലൊരു ക്ലാസ്സൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം നമ്മുടെ സ്വന്തം ഹോസ്പിറ്റലിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മറ്റുള്ള കുറച്ച് മൾട്ടി സ്പെഷ്യാലിറ്റീസ് ഹോസ്പിറ്റലിൽ ഇൻറ്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ട്. അവർക്ക് KSRTC ബസ് കൺസെഷൻ ഉണ്ട്. കമ്പ്യൂട്ടർ സൗജന്യം, ഫീസ് ഇല്ലാതെ കമ്പ്യൂട്ടർ സൗജന്യം കൊടുക്കുന്നുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പമാണ് ഇവർക്ക് മോട്ടിവേഷൻ ക്ലാസ്. കാരണം ഒരു തിയറി മാത്രം പഠിച്ചു പോയാൽ പോരല്ലോ. സമൂഹത്തിൽ അവരെങ്ങനെ ജീവിക്കണം, മറ്റുള്ളവരോട് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് അടുത്തോട്ട് വരുന്നത്. അതായത് മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ വേറെ ഒരു പ്രത്യേകപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒരു സ്കോളർഷിപ്പ് സ്കീം വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിൽ നന്നായിട്ടുള്ള വിജയം നേടുന്ന പിള്ളേരെ നമ്മൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യവും മാതാ കോളേജ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതാണ് ഈ ചാരിറ്റി എന്ന് പറഞ്ഞ ചോദ്യം. ചാരിറ്റി എന്ന് പറയുമ്പോഴത്തേന് സമൂഹത്തിൽ നിർധരായ ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയാണ്. അപ്പം അതിൽ പിള്ളേരും പിള്ളേരുടെ രക്ഷാകർത്താക്കളും ഒക്കെ അടങ്ങിയ ഒരു കാര്യമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. എന്തായാലും സ്റ്റുഡൻസ് എല്ലാവരും നമ്മളോടൊപ്പം സപ്പോർട്ടിങ്ങിലാണ്. പിന്നെ ഞാൻ പോകുന്ന ഇടങ്ങളെല്ലാം, അതായത് വൃദ്ധസ്ഥാനമായിക്കോട്ടെ, പിന്നെ ശിശുഭവനാവട്ടെ, അങ്ങനെയുള്ള നിരവധി സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്ന ഒരു സമയങ്ങളിൽ എൻ്റെ സ്റ്റുഡൻസും എന്നോടൊപ്പം ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്നു, അല്ലേ? അപ്പം നമ്മൾക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നോക്കുവാണെങ്കിൽ എന്തൊക്കെ ചെയ്താലും നമ്മൾ ഒന്നിലും തൃപ്തരല്ല. അപ്പം സമൂഹത്തിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു
ഐഡിയ അവർക്ക് ഇവിടെ നിന്ന് കൊടുത്തു വിടുകയാണ്. ഐഡിയ മാത്രമല്ല, ഒരു പ്രവൃത്തി പരിചയമാണ് ഞങ്ങൾ മാതാ കോളേജ് അവർക്ക് വേണ്ടി ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ചാരിറ്റി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് മെഡിക്കോ ഫസ്റ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മാഡം ഈ കോളേജിലെ കോഴ്സിനെ പറ്റിയും കുറച്ചുകൂടെ ഫെസിലിറ്റീസിനെ പറ്റിയും അത് കുറച്ചുകൂടെ ഒന്ന് പറഞ്ഞുതരാമോ മാഡം കോളേജിനെ പറ്റി? അത് ഞാനല്ല പറയേണ്ടത്, അത് പറയാനായിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇതിൻ്റെ അകത്തുണ്ട്, അവർ പറയുന്നതാണ് ബെറ്റർ. ഓക്കെ മാഡം, താങ്ക് യു. ഓക്കെ, താങ്ക് യു ശരണ്യ. ഓക്കെ, ഹായ്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഈ കോളേജിലെ പ്രിൻസിപ്പലിനെയാണ്, ഗായത്രി മാഡത്തിനെയാണ്. അപ്പോൾ ഈ കോളേജിലെ കോഴ്സിനെ പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മാഡം പറഞ്ഞുതരും. ഓക്കെ അല്ലേ? സ്വദേശത്തും വിദേശത്തും ധാരാളം തൊഴിൽ സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളും ഗവൺമെന്റ് അംഗീകൃത LBS സ്കിൽ കോഴ്സുകളുമാണ് മാതാ കോളേജ് നിങ്ങൾക്കായി ഓഫർ ചെയ്യുന്നത്. ബാച്ചിലർ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, റേഡിയോ ഇമാജിൻ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ അനസ്തേഷ്യ, GNM ANM കോഴ്സുകളും LBS അംഗീകൃത ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും നിരവധിയായിട്ടുള്ള കമ്പ്യൂട്ടറൈസ്ഡ് കോഴ്സുകളുമാണ് മാതാ കോളേജിലുള്ളത്. ഇതിനോടൊപ്പം ബോയ്സിനും ഗേൾസിനും വ്യത്യസ്തമായിട്ടുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റീസും ട്രെയിനിങ്ങും ഇന്റേൺഷിപ്പ് സൗകര്യവും മാതാ കോളേജ് ഒരുക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഇവിടെ പഠിച്ച 2 സ്റ്റുഡൻസിനെയാണ്. അപ്പോൾ നമുക്ക് ഈ കോളേജിനെ പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് അവരെ വിളിക്കാം. ഹായ്, പേരെന്താ? തൃശ. ഓക്കെ ഓക്കെ. ഇവിടെ ഏത് കോഴ്സാ പഠിച്ചത്? എത്ര ഇയറിലായിരുന്നു? 2 വർഷം. ഓക്കെ, ജസ്റ്റ് ഈ 2 ഇയറിലെ ജേർണി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? എങ്ങനെയായിരുന്നു ടീച്ചേഴ്സൊക്കെ ട്രെയിനിങ്സ് തരുന്ന ആ ഒരു രീതി? ഫ്രണ്ട്ലി ആയിരുന്നു? എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? ടീച്ചേഴ്സ് എല്ലാം ഞങ്ങൾക്ക് പെരുമാറുന്നത്, അതിപ്പോൾ എന്ത് കാര്യത്തിലായിരുന്നാലും, ഇപ്പോൾ അത് കലാപരമായിട്ടായിരുന്നാലും എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു അവർ. ഓക്കെ, എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു നിങ്ങളുടെ 2 ഇയേഴ്സിലെ? ഇവിടെ ഏത് പിള്ളേർ വന്നാലും ഏത് കുട്ടികൾ വന്നാലും അവർക്ക് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റിയ കോളേജാണ്. നമുക്ക് പ്രോഗ്രാംസിലായാലും ഡാൻസിനായാലും എല്ലാ കാര്യത്തിലും ഭയങ്കര സപ്പോർട്ടീവാണ് ഇവിടുത്തെ ടീച്ചേഴ്സ്മാരൊക്കെ. നമുക്ക് എന്തുണ്ടെങ്കിലും അവരോട് പറയാം. അപ്പോൾ പഠിപ്പിക്കുന്ന രീതികളോ? പഠിപ്പിക്കുന്നതായാലും നല്ല നല്ല രീതിയിലാണ് പഠിപ്പിക്കുന്നത്. എല്ലാ ടീച്ചേഴ്സ്മാരും നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അതൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടും എന്നാൽ ഫ്രണ്ട്ലി ആവാണ്ടിട്ട് ഫ്രണ്ട്ലി ആവും. അപ്പൊ നിങ്ങളുടെ ഈ 2 ഇയർ ഹാപ്പി ആയിരുന്നോ നിങ്ങൾ? വളരെയധികം. എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കോളേജിൽ നിന്ന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു ഫ്രീഡവും നമുക്ക് ഒരിടത്തും കിട്ടുമെന്ന് തോന്നുന്നില്ല, വേറൊരു കോളേജിലായാലും കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഇവര് ഹാപ്പിയാണ്. അപ്പൊ നമുക്ക് അടുത്ത ആളോട് പോയാലോ? ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് മാതാ കോളേജിലെ കമ്പ്യൂട്ടർ ലാബിലാണ്. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ ലാബ് മാത്രമല്ല, ഇവിടെ ഒരുപാട് ഫെസിലിറ്റീസ് വരുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് നമുക്ക് ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസറായിട്ടുള്ള അഖിൽ സാറിനോട് നമുക്ക് ചോദിക്കാം. ഓക്കെ അല്ലേ? നമുക്കിപ്പോൾ കമ്പ്യൂട്ടർ ലാബിനെ സംബന്ധിച്ചാണെങ്കിൽ നമുക്കിവിടെ സ്റ്റുഡൻസിന് കമ്പ്യൂട്ടർ ക്ലാസ്സസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏതൊരു മേഖല എടുത്താലും, പ്രൈവറ്റ് സെക്ടർ ആയാലും ഗവൺമെൻറ് സെക്ടർ ആയാലും പാരാമെഡിക്കൽ കോഴ്സസിന് എല്ലാം കമ്പ്യൂട്ടർ വൽക്കരിച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അതിനെ കുട്ടികളെ ഒന്ന് പ്രാപ്തരാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് കമ്പ്യൂട്ടർ ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ കൂടെ അവർക്ക് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. എവിടെയെങ്കിലും ഇപ്പോൾ ചിലടത്ത് സർട്ടിഫിക്കറ്റ് ചോദിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഗവൺമെൻറ് ഓഫ് കേരളയുടെ LBSൻ്റെ കീഴിലുള്ള കുറച്ച് കോഴ്സസ് ഉണ്ട്. സർട്ടിഫൈഡ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, ബേസിക് കമ്പ്യൂട്ടർ ഫെമിലറൈസേഷൻ, ദെൻ ഡിജിറ്റൽ ലിറ്ററസി സർട്ടിഫിക്കറ്റ്, പിന്നെ DCA പോലുള്ള കുറേ കോഴ്സുകളുണ്ട്. അപ്പോൾ 6 മന്ത്സിൻ്റെ 1 ഇയറിൻ്റെ കോഴ്സുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് കുറച്ചുകൂടെ കമ്പ്യൂട്ടർ നോളജ് കൊടുക്കുന്ന രീതിയിലായിട്ടാണ് ഇവിടെ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ കമ്പ്യൂട്ടറിന് പുറമേയുള്ള ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ലൈബ്രറി ഉണ്ട്, പ്രൊജക്ടർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സെമിനാർ എടുക്കാനും കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് ക്ലാസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊജക്ടർ ക്ലാസ് ഉണ്ട്. ദെൻ ലൈബ്രറിയിൽ നമുക്ക് പാരാമെഡിക്കൽ ഫീൽഡിൻ്റെ ഓൾമോസ്റ്റ് ബുക്കുകളും പിന്നെ അവർക്ക് കുറച്ച് ടൈം പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബുക്സ് കാര്യങ്ങൾ അങ്ങനെ ഓൾമോസ്റ്റ് ഒരുപാട് വെറൈറ്റീസ് ബുക്സ് ഉണ്ട്. ദെൻ നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് ഹോസ്പിറ്റലുണ്ട്. കോളേജിനൊരു ട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ട്രസ്റ്റിൻ്റെ കീഴിൽ നമ്മൾ ഒരുപാട് ചാരിറ്റി ഇവൻറ്റ്സും അതുപോലെ തന്നെ കുറച്ച് സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് കിട്ടാതെ പോകുന്ന ഒരു കാര്യമാണ് സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ലാത്ത കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ റീസെൻറ്റ് ടൈംസിൽ നമ്മളിപ്പോൾ കോളേജിൽ സ്റ്റുഡൻസിനെയും കൂടെ ഇൻവോൾവ് ചെയ്ത് ഒരു 4-5 വർഷം കൊണ്ട് സ്റ്റുഡൻസിനെയും കൂടെ ഇൻവോൾവ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ട്രസ്റ്റ് 25 വർഷമായതാണ്. ഇപ്പോൾ ഒരു 4-5 വർഷം കൊണ്ട് സ്റ്റുഡൻസിനെ ഇൻവോൾവ് ചെയ്ത് ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മെഡിക്കോ ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു ചാരിറ്റി ഇവൻറ്റ് തന്നെ നടത്തുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ട്രസ്റ്റാണ് നടത്തുന്നത്. നമ്മുടെ മാഡം ജിജി മാഡം തന്നെയാണ് അതിൻ്റെ ഓണർ. അപ്പോൾ ഫുൾ നമുക്ക് സ്റ്റുഡൻസിനെ എല്ലാ പരിപാടിക്കും സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലാണെങ്കിൽ ഇവർക്ക് പ്രാക്ടിക്കൽ സൗകര്യം നമുക്ക് 24/7 ഹോസ്പിറ്റലാണ്. അപ്പോൾ ക്ലിനിക്കൽ വിസിറ്റ്, ലാബ് ആയാലും എക്സ്റേ ആയാലും
OT കാഷ്വാലിറ്റി വരുന്ന ബേസിക് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ തന്നെ ക്ലിയർ ചെയ്ത് നമ്മളെ സ്റ്റുഡൻസിനെ പുറത്തിറക്കും. അപ്പോൾ അത്രയും ഫെസിലിറ്റീസ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. പിന്നെ അതിന് പുറമെ നമുക്ക് മോട്ടിവേഷൻ സ്പീച്ചുകളുണ്ട്. എല്ലാ ദിവസവും രാവിലെ മോട്ടിവേഷൻ സ്പീച്ച് ഉണ്ട്, മോട്ടിവേഷൻ ക്ലാസ്സസ് അറേഞ്ച് ചെയ്യാറുണ്ട്. നമ്മുടെ കേരള പോലീസും ഡ്രഗ് ഇൻസ്പെക്ടേഴ്സ്, ഹെൽത്ത് സെക്ടറിൽ നിന്ന് എല്ലാ സ്ഥലത്തുനിന്നും, പിന്നെ ന്യൂസ് റിപ്പോർട്ടേഴ്സിൽ നിന്ന്, അവരുടെ നിന്നെല്ലാം നമുക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മൾ ക്ലാസ് സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ ഉൾക്കൊള്ളുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ എല്ലാ മേഖലയിലും പ്രാപ്തരായിരിക്കണം. ആ ഒരു കാര്യമാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് 3 വർഷമായി. ഈ 3 വർഷത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാഡം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കുട്ടികൾ ഇവിടുന്ന് പഠിച്ചിറങ്ങി അവർ സർട്ടിഫിക്കറ്റ് വാങ്ങാനും മാർക്ക് ഷീറ്റ് വാങ്ങാനും ഒക്കെ വരുന്നത് കാണുന്നുണ്ട്. വിദേശത്ത് വർക്ക് ചെയ്യുന്നവർ നാട്ടിലൊക്കെ വരുമ്പോൾ മാഡത്തിന് ഗിഫ്റ്റ് കൊണ്ട് വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഷോർട്ട് ടൈമിൽ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ പഠിച്ചിറങ്ങുന്നവർ ഈ മാതാ കോളേജിൽ ഒരു ഫാമിലി അംഗമായിട്ട് മാറിയാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ഇത്രയും ഫെസിലിറ്റീസ് നമ്മളൊരു സ്റ്റുഡൻറ്റിന് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇരിക്കുന്നത് മാതാ കോളേജിൻ്റെ MD-യോടൊപ്പമാണ്, ഡോക്ടർ ജ്യോതിഷ് സുഭാഷ്. ഈ കോളേജിനെ ബേസ് ചെയ്തിട്ട് തന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പം നമുക്ക് ആ കാര്യത്തെപ്പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിക്കാം അല്ലേ? അപ്പോൾ നമ്മുടെ ചെയർപേഴ്സൺ ജിജി മാഡത്തിൻ്റെ മകനും കൂടെയാണ് നമ്മുടെ MD. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ MD സാറിനോട് തന്നെ ചോദിക്കാം അല്ലേ? നമസ്കാരം സർ. നമസ്കാരം. അങ്ങനെ നമ്മുടെ മാതാ കോളേജ് ഇപ്പോൾ 26-ാം വർഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷം. കാരണം ഒരുപാട് കഷ്ടപ്പാടിലും ഒരുപാട് പല സാഹചര്യങ്ങളിലും അങ്ങനെ മാതാ കോളേജ് ഒരു വലിയൊരു പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും വലിയൊരു നെടുംതൂണ് തന്നെയാണ് നമ്മുടെ അമ്മയെന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ചെയർപേഴ്സണാണ്. വളരെ സന്തോഷം. എനിക്ക് ഇതിൽ ചെയ്യാൻ പറ്റിയത് ഒരു കോവിഡിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി. അതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. പിന്നെ നമ്മുടെ ട്രസ്റ്റ് മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് നമുക്ക്. അതിൻ്റെ അണ്ടറിലാണ് നമ്മുടെ ഈ കോളേജും നമ്മുടെ ഹെലൻസ് ഹോസ്പിറ്റലും അതേപോലെ തമ്പാനൂർ ബ്രാഞ്ചും അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളും അങ്ങനെ നമ്മളൊരു കൂട്ടായ്മയായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്റ്റാഫുകളും കുട്ടികളും എല്ലാവരുമായിട്ട് വളരെ സന്തോഷമാണ് ഇപ്പോൾ. പിന്നെ ട്രസ്റ്റിൻ്റെ ഇയർലി നമ്മളൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. ചാരിറ്റബിൾ ട്രസ്റ്റാണ്. അപ്പോൾ അതിൽ നമ്മൾ മെഡിക്കോ ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇയർലി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒരുപാട് പേരെ നമ്മൾ അരയ്ക്ക് താഴേക്ക് പെട്ട് കിടക്കുന്നവരെ നമുക്ക് ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്. വീൽ ചെയറായിട്ടും ബെഡായിട്ടും പിന്നെ പാലിയേറ്റീവ് യൂണിറ്റിലുള്ള അമ്മമാരെ അച്ഛന്മാരെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ നിർദ്ധരായ ഒരുപാട് പേരെ നമ്മുടെ ട്രസ്റ്റിൻ്റെ അണ്ടറിൽ നമുക്ക് സഹായിക്കാൻ വരുന്നുണ്ട്. ഇതൊരിക്കലും നമ്മൾ മാത്രമായിട്ട് ചെയ്യുന്നതെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം നമ്മുടെ കുട്ടികളുടെ ഈ ഒരു പ്രസ്ഥാനത്തിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുടെ സപ്പോർട്ടും കഴിവുകളും കൊണ്ടാണ് നമ്മൾ ഈ ഒരു ചാരിറ്റി ട്രസ്റ്റും ഈ ഒരു മെഡിക്കോ ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗംഭീരമായ ഒരു പ്രോഗ്രാം നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്നത്. അതിൽ വളരെ സന്തോഷം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇവിടെ തന്നെ ഒരു കുട്ടി കഴിഞ്ഞ ഫെസ്റ്റിന് നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു വീട് വെച്ച് കൊടുത്തായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ട്രസ്റ്റിന് ചെയ്യാൻ കഴിയുന്നുണ്ട്. അമ്മയോട് ഒത്തുനിന്ന് ആ കൈ പിടിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുട്ടികളോടൊപ്പം ചെയ്യാൻ കഴിയുന്നുണ്ട്. ഈ ഇടയ്ക്ക് പറയുവാണെങ്കിൽ തന്നെ നമ്മളൊരു കഴിഞ്ഞ വർഷം 23-ലോ ലാസ്റ്റ് നമ്മൾ പാറശാല അവിടെ ഒരു ബാലമന്ദിരമുണ്ട്. അവിടെ പോയ സമയത്ത് ഒരുപാട് കുട്ടികൾ നമുക്കെന്ന് പറയാൻ നമ്മളെക്കാളും ചെറിയ കുട്ടികളാണ്. ഒരു 10 വയസ്സിനും 18 വയസ്സിനൊക്കെ ഇടയ്ക്കുള്ള കുട്ടികളാണ്. എന്തോ അവിടെ നമ്മൾ ഫുഡൊക്കെ ആയിട്ട് പോയി കുട്ടികളായിട്ടിരുന്ന് ഫുഡ് കഴിച്ചു. അവരോട് കുറേ ആട്ടവും പാട്ടവും ഡാൻസും എല്ലാം ആയിട്ട് എൻജോയ് ചെയ്തു. എന്തോ പെട്ടെന്ന് മനസ്സിൽ അമ്മയ്ക്ക് ഒരു ഐഡിയ തോന്നി, എന്തോ ഒരു കുട്ടിയെ നമുക്ക് പഠിപ്പിക്കണം. അങ്ങനെ അവിടുത്തെ ടീച്ചേഴ്സുമായിട്ട് സംസാരിച്ചു. അടുത്ത ദിവസം തന്നെ ടീച്ചർ ആ കുട്ടിയായിട്ട് ഇവിടെ വന്നു. ആ കുട്ടി ഇപ്പോൾ സന്തോഷം കൊണ്ട് പറയുക ഇവിടെ നമ്മുടെ മാതാ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നല്ലൊരു കോഴ്സ് തന്നെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ ട്രസ്റ്റിൻ്റെ അണ്ടറിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇനിയും വലിയ ഉയരങ്ങളിലെത്തട്ടെ. അത് എല്ലാവരുടെയും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സംരംഭം അല്ലെങ്കിൽ ഈ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിനെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരെയും ഇനിയും ഒരുപാട് പേരെ സഹായിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന നമ്മുടെ കൂടെ വേണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹെലൻസ് ഹോസ്പിറ്റലിലാണ്. മാതാ കോളേജിലെ സ്റ്റുഡൻസ് ഒക്കെ പ്രാക്ടീസിന് വരുന്ന ഈ ഹോസ്പിറ്റലാണ്. അതുമല്ല മാതാ കോളേജിന്റെ ഓൺ ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടെന്ന് നമുക്ക് അകത്തേറി നോക്കിയാലോ? ആയോ? അപ്പോൾ ഇതാണ് ഹോസ്പിറ്റൽ. നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഉള്ളവരുടെ നമുക്ക് ചോദിക്കാം അല്ലേ? ഹായ്, പേരെന്താ? അക്ഷയ്. ഓക്കെ. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അക്ഷയോട് ചോദിക്കാം അല്ലേ? എന്താ ഇവിടുത്തെ ഡീറ്റെയിൽ, ബാക്കിയുള്ള ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയാണ്?
അപ്പം നമുക്കിത് പറയുന്നതിനേക്കാൾ നല്ലത് നമുക്ക് പോയി കണ്ട് മനസ്സിലാക്കുന്നതല്ലേ? നമുക്ക് പോയാലോ അതിലേക്ക്? ഓക്കെ മേഡം, ഇതാണ് നമ്മുടെ ലബോറട്ടറി വരുന്നത്. മേഡം, നമ്മുടെ ഫാർമസിയാണിത്. ഇത് നമ്മുടെ ഫീമെയിൽ വാർഡാണ്. മെയിൽ വാർഡ് ആണ് നമ്മുടെ എക്സ്റേ റൂം. അപ്പൊ എങ്ങനെ പ്രാക്ടീസ് ഒക്കെ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? സെറ്റാണ്. ഞങ്ങൾക്ക് ഇവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഞങ്ങളിപ്പോൾ ഒരാഴ്ചയായി വന്നിട്ട്, പക്ഷെ എന്നാലും വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. സെറ്റാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ മാതാ കോളേജ് കണ്ടു. അവിടുത്തെ ഫെസിലിറ്റീസ് എല്ലാം നമ്മൾ കണ്ടായിരുന്നു. സെറ്റാണ്, പൊളിയാണ്. അവരുടേത് തന്നെ ആയിട്ടുള്ള ഹോസ്പിറ്റലും കണ്ടു. ഇവിടെയും ഫെസിലിറ്റീസ് ഒക്കെ സെറ്റ്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറമാണ് ഇവിടെ വന്ന് ഇവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ. സ്റ്റാഫ്സ് ആയിരുന്നാലും സ്റ്റുഡൻസ് ആയിരുന്നാലും പിള്ളേരായിരുന്നാലും എല്ലാവരും പൊളിയാണ്, സെറ്റാണ്. അപ്പോൾ പുതിയ ബാച്ചിലത്തേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മാതാ കോളേജിൽ. മെഡിക്കൽ ഫീൽഡ് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ നേരെ വിട്ടോളി മാതാ കോളേജിലേക്ക്. അപ്പോൾ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.